നമസ്കാരം. സർക്കാർ അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ, മൗനി ബാബ, ഒന്നും മിണ്ടാത്ത പ്രധാനമന്ത്രി മമതാ ഒക്കെ ചേർന്ന് ഭരിച്ചപ്പോൾ ഇവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നു. നമുക്കറിയില്ല, നമ്മളാരും അറിഞ്ഞില്ല, ഇന്ത്യക്കാരും അറിഞ്ഞില്ല ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യം. വായിൽ കമ്പിട്ട് കുത്തിയാൽ കൂടി മിണ്ടാത്ത ഒരു പ്രധാനമന്ത്രി എന്ന ഒരു പ്രതിഷ്ഠയും അയാളെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന മമതാമ്മയും ഒക്കെ ഇവിടെ എന്ത് സർജിക്കൽ സ്ട്രൈക്കാണ് പാകിസ്ഥാനെതിരെ നടത്തിയത് എന്ന് ഓർത്ത് നമ്മൾ അത്ഭുതം കൂറുമ്പോൾ, കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ഭരിച്ചപ്പോൾ 6 സർജിക്കൽ സ്ട്രൈക്കുകളാണ് നടത്തിയത്. ഇന്ത്യൻ ആർമി പറയുന്നു 2016 മുൻപ് ഒറ്റ സർജിക്കൽ സ്ട്രൈക്ക് പോലും ഇന്ത്യ എന്ന രാജ്യം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? കോൺഗ്രസ്സുകാരുടെ ഒരു സൈറ്റിൽ അവരുടെ ഒരു ഈ ട്വിറ്റർ പോലെ സമൂഹ മാധ്യമത്തിലെ ഏതോ ഒന്നിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. അത് 6 എണ്ണത്തിന്റെ കഥ പറയുന്നുണ്ട്. അതായത് ഭട്ടാൽ സെക്ടർ ഇൻ പൂഞ്ച്, അത് ജൂൺ 19, 2008. ഭദ്ര ശാരദ സെക്ടർ റിവർ വാലി ഇൻ ഖേല്, അതുപോലെ തന്നെ സർവൻ, അത് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ സ്ഥലപ്പേരുകൾ മാറിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അവിടെ 2011, 2013, അതുപോലെ തന്നെ നീലം വാലി അവിടെയാണെന്ന് തോന്നുന്നു. അവിടെ 2014 ഒക്കെ സർജിക്കൽ സ്ട്രൈക്സ്. 2008 മുതൽ 2014 വരെ കോൺഗ്രസ് ഗവൺമെന്റ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ വ്യക്തമായി തന്നെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഔദ്യോഗികമായ ഒരു പോസ്റ്റ് ഉണ്ട്. നോ ഡാറ്റ ഓഫ് സർജിക്കൽ സ്ട്രൈക്സ് കണ്ടക്ടഡ് ബിഫോർ സെപ്റ്റംബർ 2016 എന്ന് ആർമി പറയുന്നതായുള്ള ഔദ്യോഗിക വിശദീകരണമുണ്ട്. നോ ഡാറ്റ ഓൺ സർജിക്കൽ സ്ട്രൈക്സ് NDTVയുടെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. ദ പ്രിന്റ് എന്ന മാധ്യമവും നോ ഡാറ്റ ഓഫ് സർജിക്കൽ സ്ട്രൈക്സ് ബിഫോർ സെപ്റ്റംബർ 2016 സൈസ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു കമന്റ് വന്നിട്ടുണ്ട്. കമന്റാണ് ഏറ്റവും രസകരം. പാകിസ്ഥാൻ നടത്തിയ കാര്യമായിരിക്കും കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് ഇപ്പോൾ പാകിസ്ഥാനി പാർട്ടിയാണല്ലോ, ഇപ്പോഴും അതെ അപ്പോഴും അതെ. അപ്പൊ പാകിസ്ഥാൻ വല്ല സർജിക്കൽ സ്ട്രൈക്കും വേറെ വല്ല രാജ്യങ്ങളുമായി നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ നടത്തിയെങ്കിൽ വിവരം അറിഞ്ഞേനെ, അത് വേറെ കാര്യം. എന്തായാലും ഇത്രയും നാണം കെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിച്ച് ഇത്രയും നാണം കെടുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും കോട്ട് ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹം പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ പാർട്ടിക്ക് പേരിടുകയാണ് അഭികാമ്യം എന്ന തരത്തിൽ ഒരു വാർത്ത അദ്ദേഹം ഒരു മാധ്യമത്തിൽ, ഒരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നത് കേട്ടു, ഒരു വിശകലനം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നല്ലത്. മഹാത്മാഗാന്ധിയും കൂട്ടരുമൊക്കെ ഒന്നുകിൽ ഇറ്റലിയിലേക്ക് പോവുക, ഇല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോവുക. നിങ്ങളിവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് രാജ്യത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ രാജ്യം നിങ്ങളുടെ മുന്നിൽ തലകുലിക്കുകയോ നിങ്ങളുടെ മുന്നിൽ തോറ്റോടുകയോ അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച പ്രധാനമന്ത്രിയാക്കുകയോ ഒന്നും ചെയ്യില്ല. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. രാജ്യത്തെ ജനങ്ങൾക്ക് ബുദ്ധിയും വിവരവും അറിവും പ്രാപ്തിയും ഒക്കെയുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. 6 സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനെതിരെ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു നാണവും മാനവും ഇല്ലാതെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ആരെങ്കിലും ഒരു വാർത്ത കേട്ടതായിട്ട് അറിയുള്ളൂ. ഇത് എവിടുന്ന് കിട്ടുന്നു ഇങ്ങനെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ, പച്ച കള്ളങ്ങൾ അടിച്ചു വിടാനായിട്ട്? ശരിക്കും കേരളത്തിൽ CPM ആണ് ഇത്തരം കള്ളങ്ങൾ ഇങ്ങനെ പടച്ചു വിടുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി നാണമില്ലാതെ ഡേറ്റ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നും ആ സമയത്ത് ഒന്നും ഒരു ഇല പോലും അലങ്ങിയതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഈ കമന്റിൽ വന്ന പോലെ പാകിസ്ഥാൻ വല്ല സർജിക്കൽ സ്ട്രൈക്കും വേറെ വല്ല രാജ്യങ്ങൾക്കുമെതിരെ നടത്തിയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പാകിസ്ഥാനി പ്രേമികളായ പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആൽ കിളിർത്താൽ അതും തണല് എന്ന് പറയുന്ന നാറിയ സംസ്കാരമുള്ള പാർട്ടി, രാജ്യത്തെ ഉറ്റുകൊടുക്കുന്ന സംസ്കാരമുള്ള പാർട്ടിയായി കോൺഗ്രസ് എന്നെ അധപ്പതിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്താനും ശ്രമിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകരെയെങ്കിലും ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാനായെങ്കിൽ വലിയ ഭാഗ്യം കേട്ടോ. കാരണം അവരും അത്യാവശ്യം പുസ്തകം വായിക്കുന്നവരായതുകൊണ്ട്, അല്ലെങ്കിൽ വാർത്തകളൊക്കെ കേൾക്കുന്നവരായതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ യാതൊരു തരവുമില്ല. ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന പാർട്ടി, കുറെ പാർട്ടി പ്രവർത്തകരും കുടുംബാധിപത്യ നേതാക്കളും, കഷ്ടം തന്നെ. AOPയും ഒക്കെ സ്ഥാപിച്ച പാർട്ടിയാണ്. എത്ര മഹാന്മാരായ ആളുകൾ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടവും ലജ്ജയും.